വൈപ്പിൻ കാക്കനാട് സർവീസുകൾക്ക് പിന്നാലെ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് സൗത്ത് ചിറ്റൂരിലേക്കും സർവീസിനൊരുങ്ങി വാട്ടർ മെട്രോ. ടെർമിനലിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായതായും ട്രയൽ റൺ ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ. റൂട്ട്, വേഗത, ടെർമിനലുകളുടെ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളാണ് ട്രയൽ റണ്ണിൽ പരിശോധിക്കുക. അടുത്ത് തന്നെ ഇനി കൊച്ചി വാട്ടർ മെട്രോയിൽ സൗത്ത് ചിറ്റൂരിലേക്ക് പോകാം. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് മുളവുകാട് നോർത്ത് ടെർമിനൽ വഴി സൗത്ത് ചിറ്റൂരിലെത്തും വിധമാണ് വാട്ടർ മെട്രോയുടെ റൂട്ട് ക്രമീകരണം. ട്രയൽ റൺ പൂർത്തിയായാൽ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് വിലയിരുത്തൽ. അടുത്ത സ്റ്റേഷനുകളായ ഏലൂരിലെയും ചേരാനല്ലൂരിലെയും ടെർമിനലിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ശേഷം ഇവിടേക്കാകും ഇനി സർവീസ് ആരംഭിക്കുക. ഹൈക്കോടതി ജംഗ്ഷൻ, മുളവുകാട് നോർത്ത്, സൗത്ത്, ചിറ്റൂർ, ഏലൂർ, ചേരാനല്ലൂർ എന്ന ക്രമത്തിലും തിരിച്ചുമാകും സർവീസ്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, വില്ലിംഗ്ടൺ ഐലൻഡ്, കുമ്പളം, കടമുക്കുടി, പാലിയംതുരുത്ത് ടെർമിനലുകളുടെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. ഫോർട്ട് കൊച്ചി ടെർമിനലിന്റെ നിർമ്മാണം ഈ മാസം തന്നെ പൂർത്തിയാകുമെന്നാണ് കണക്കുകൂട്ടൽ. 12 ബോട്ടുകളുള്ളതിൽ 9 ബോട്ടുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. ഇതിൽ 3 ബോട്ടുകളാണ് ട്രയൽ റണ്ണിനും മറ്റുമായി വിനിയോഗിച്ചു വരുന്നത്. സൗത്ത് ചിറ്റൂരിലേക്കുള്ള സർവീസ് ആരംഭിക്കാൻ നിലവിലുള്ള ബോട്ടുകൾ മതിയാകും. എന്നാൽ മറ്റിടങ്ങളിലേക്ക് സർവീസ് നീട്ടുമ്പോൾ നിലവിലുള്ള ബോട്ടുകൾ മതിയാകില്ലെന്നുമുള്ള പരാതിയും ശക്തമാകുന്നു. പദ്ധതി പൂർത്തിയാകുന്നതോടെ 10 ദ്വീപുകളിലായി 38 ടെർമിനലുകൾ ബന്ധിപ്പിച്ച് 78 വാട്ടർ മെട്രോ ബോട്ടുകൾ സർവീസ് നടത്തുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മെട്രോ 7. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായൊരിടം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഹക്കോ ലേക്ക് വ്യൂ ബാങ്കറ്റ് ഹാൾ, കല്ലഞ്ചേരി റോഡ്, നോർത്ത് കുമ്പളങ്ങി, കൊച്ചിൻ 7. സ്വിമ്മിംഗ് കോച്ചിംഗ് ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ.